ഓപ്പറേഷൻ തൂഫാനിൽ ഇപ്പോൾ സ്ത്രീകൾ എന്തായാലും അറസ്റ്റിലാവുന്ന വലിയ പുതുമയൊന്നുമല്ല. പക്ഷെ ഈ രണ്ട് പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ രണ്ട് പെണ്ണുങ്ങൾ അധ്യാപികയാണ്. ഒരാളുടെ പേരും കീർത്തന എന്നും ഒരാളുടെ പേര് കാവ്യ എന്നുമാണ്. ഈ കാവ്യ എന്നത് ഭിന്നശേഷിക്കാർക്ക് പഠിപ്പിക്കുന്ന ഒരു സ്ത്രീയും കൂടിയാണ് കേട്ടോ. അപ്പൊ ഈ സ്കൂൾ അധ്യാപികകളാണ് ഇപ്പൊ ഓപ്പറേഷൻ തൂഫാനിൽ എന്തായാലും പിടിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന് നോക്ക്, സ്കൂളിൽ പഠിപ്പിക്കേണ്ട പിള്ളേരെ പഠിപ്പിക്കേണ്ട ടീച്ചർമാർ തന്നെ ഇപ്പോ അറസ്റ്റിലായിരിക്കുകയാണ്. ഒരു വടകര സ്വദേശിയായ സഫാൻ എന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഇവര് ടീച്ചർമാരിലൂടെയാണ് സപ്ലൈ ചെയ്യണമെന്നുള്ളത് മനസ്സിലായത്. സ്കൂൾ അധ്യാപികയ്ക്ക് തന്നെ മാസം 40,000-45,000 രൂപ ഇപ്പൊ ശമ്പളം ഉണ്ട് ഗവൺമെന്റ് ടീച്ചർമാർക്ക്. അതിന് പുറമെയാണ് ഇവരിപ്പോ ഈ പണി ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇപ്പൊ സംഗതി പിടിച്ച് അകത്താക്കിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ സ്കൂൾ അധ്യാപകന്മാർ തന്നെ ഇങ്ങനെ തുടങ്ങിയ അവർക്ക് എന്തായാലും സുഖമായിട്ട് പിള്ളേരിലേക്ക് അത് എത്തിക്കുകയും ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ അധ്യാപികമാരാണ് ഇതിനെ മാറ്റേണ്ടത്. പക്ഷെ അവർ അതൊന്നും ചെയ്തിട്ടുമില്ല. ഈ ലഹരി മാഫിയക്ക് ഇടയിൽ കീർത്തനയ്ക്ക് ഒരു നിക് നെയിം തന്നെ ഉണ്ട്. എന്താണെന്നറിയോ? ലേഡി ഡോൺ എന്നാത്ര. അങ്ങനെ ഒരു പേരും കൂടിയുണ്ട്. അപ്പൊ നമസ്കാരം, പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. എന്റെ കൂടെയുള്ളത് ആതിര. അപ്പോ പ്രധാന വാർത്തയായിട്ട് കേരള കൗമുദിയിൽ ഈ ന്യൂസ് തന്നെയാണ് കാണുന്നത്. വടകരയിലെ ലഹരി കച്ചവടം, അധ്യാപികയെ പിരിച്ചുവിട്ടു. ലഹരി കച്ചവടം നടത്തിയ അറസ്റ്റിലായ 2 അധ്യാപികമാരിൽ ഒരാളെ പിരിച്ചുവിട്ടു. പോലീസ് റിപ്പോർട്ട് കിട്ടുന്ന മറയ്ക്ക് രണ്ടാമത്തെ അധ്യാപികയും പിരിച്ചുവിടും. മറ്റൊരു അധ്യാപികയും സംശയ നിഴലിലുണ്ട്. പേരാമ്പ്ര BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായി കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന കൂരാച്ചുണ്ട് ചെറുകാട് കൊല്ലാനാരി കെ കാവ്യയും സുഹൃത്ത് മരുത്തോങ്കര സ്വദേശി KC കീർത്തനയുമാണ് അറസ്റ്റിലായത്. സംഭവം ഇവർക്കെതിരെ ഒരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു ആദ്യം മുതൽ തന്നെ. അളവിലധികം പൈസ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാവരും ആഡംബരം കാണിക്കാൻ നോക്കും. അതങ്ങനെയാണ്. പുരുഷന്മാര് മാത്രമാണ് പൊതുവെ അങ്ങനെ ആഡംബരം കാണിക്കാത്തത്. പക്ഷെ ഇവര് BMW കാറൊക്കെ വാങ്ങിയിട്ടൊക്കെ സ്കൂളിൽ വന്നത്. അപ്പൊ സംശയം തോന്നിയതും കൊണ്ടാണ് ചെക്കിങ് നടത്തിയത്. ചെക്കിങ് നടത്തിയപ്പോ എന്താണ്? ലഹരിയാണ് കച്ചവടം. സഹാധ്യാപകർ ചോദിച്ചു ഇത്ര പെട്ടെന്ന് എങ്ങനെ ഒരു കാറ് വാങ്ങിച്ചെന്നുള്ളത്. അപ്പൊ പറഞ്ഞു പുറത്ത് ജോലി ചെയ്യുന്ന സഹോദരന്റെ കാറാണെന്ന് പോലും അവര് പറഞ്ഞു. കേരള കൗമുദിയില് മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് ബസ്സില്ല, ഓടേണ്ടി വരും യാത്രക്കാർക്ക്. സാമ്പത്തിക പ്രതിസന്ധി കാരണം പുതിയ ബസ്സുകൾ വാങ്ങാൻ പണമില്ലാത്ത KSRTC വെല്ലുവിളിയായി കാലാവധി തീരാറായ 2050 ബസ്സുകൾ. ഇവയിൽ 1200 ബസ്സുകൾ സെപ്റ്റംബറിൽ പിൻവലിക്കണം. 6 മാസത്തിനുള്ളിൽ ശേഷിക്കുന്നവയും 1400 കോടി രൂപയുടെ വിദേശ ബാങ്ക് വായ്പ തരപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയുമായി സർക്കാരിനെ സമീപിച്ചിരിക്കുകയാണ് മാനേജ്മെന്റ്. അതുവരെ സർവീസ് മുടങ്ങാതിരിക്കാൻ ബസ്സുകൾ വാടകയ്ക്കെടുക്കാനാണ് തീരുമാനം. ട്രാൻസ്പോർട്ട് ബസ്സുകൾ 15 വർഷം കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് കേന്ദ്ര മോട്ടോർ വാഹന നിയമം. പലപ്പോഴായി കാലാവധി 3 വർഷം നീട്ടിക്കൊടുത്ത് സർവീസ് നടത്തിവരുന്ന 1200 ബസ്സുകളാണ് സെപ്റ്റംബറിൽ പിൻവലിക്കേണ്ടത്. ഈ ബസ്സുകൾ 18 വർഷമായി ഓടുന്നു. ഒന്ന് ആലോചിച്ച്, ഇത്ര വർഷം കഴിഞ്ഞാൽ ഉപയോഗിക്കരുതെന്ന് പറയുന്ന ബസ്സുകൾ പിന്നെ അത് ഓടിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഇതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ കൂടുതൽ അപകടമൊക്കെ വരുന്നുണ്ട്. ഇപ്പം തിങ്ങി നിറച്ച് കൊണ്ടുപോകുന്നുണ്ട് ബസ്സുകളിൽ. ഇപ്പം സൗജന്യ യാത്രയും കൂടെ ആയതുകൊണ്ട് പറയുകയേ വേണ്ട. ഈയിടെ ചങ്ങനാശ്ശേരിയിൽ ഒരു യുവാവ് ഇതിന്റെ വാതിക്കലാ നിന്നത്. അപ്പൊ ഇതറിയാതെ തുറന്നിട്ട് ആള് പുറത്തോട്ട് വീണു. ശക്തി കുറവായതുകൊണ്ട് ആൾക്കൊന്നും പറ്റിയില്ല, രക്ഷപ്പെട്ടു. ഇതൊക്കെയാണ് ഇവിടുത്തെ കുഴപ്പം. വനിതകൾക്ക് സ്മാർട്ട് കാർഡ്. പ്രിയദർശിനി ബസ്സിൽ യാത്ര ചെയ്യുന്ന വനിതകൾക്ക് യാത്രാ കാർഡ് നൽകണമെന്ന് KSRTC ആലോചിക്കുന്നു. പ്രിയദർശിനി പദ്ധതിയിൽ പുരുഷ യാത്രക്കാർക്ക് 0 വാല്യൂ ടിക്കറ്റുകൾ നൽകി തട്ടിപ്പ് നടത്തുന്നതായി മിന്നൽ പരിശോധനയിൽ കണ്ടെത്തിയതോടെയാണ് തുടർ നടപടി. കേരള കൗമുദിയിൽ ഉള്ളിൽ തന്നെ ഈ KSRTCയുടെ കാര്യം തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ ഈ ബാദലിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. സ്ഥിതി ഗുരുതരം. സൗജന്യ യാത്ര ആരംഭിച്ചതോടെ സ്റ്റാൻഡുകളിൽ നിന്ന് യാത്രക്കാരെ കുത്തി നിറച്ചാണ് പല ബസ്സുകളിലും സർവീസ് നടത്തുന്നത്. പലരും ഫുട്ബോർഡിൽ നിന്ന് യാത്ര ചെയ്യുന്നത് സ്ഥിതി ഗുരുതരമാകും. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ സർവീസുകൾ ആരംഭിക്കണം. എല്ലാ ഓർഡിനറി ബസ്സുകളിലും ഹൈബ്രിഡ് ഡോർ സംവിധാനം അടിയന്തരമായി സ്ഥാപിക്കണമെന്നാണ് കുറെ യാത്രക്കാർ പറയുന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ തന്നെ പ്രിയദർശിനി പരിശോധന കർശനമാക്കി. പ്രിയദർശിനി ബസ്സുകളിൽ ടിക്കറ്റ് വിതരണത്തിന് ക്രമക്കേട് കണ്ടെത്തിയ സാഹചര്യത്തിൽ KSRTC ബസ്സുകളിൽ പരിശോധന കർശനമാക്കി. പരമാവധി ടിക്കറ്റ് പരിശോധനക്കാരെ ഓർഡിനറി ബസ്സുകളിൽ നിയോഗിക്കാനാണ് തീരുമാനം. ഇൻസ്പെക്ടർമാരുടെ കുറവാണ് പരിശോധനയ്ക്ക് തടസ്സം. 289 ഇൻസ്പെക്ടർമാർ വേണ്ടിടത്ത് 311 പേരാണുള്ളത്. സ്റ്റേഷൻ മാസ്റ്റർ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇവർക്ക് ആ ചുമതലയും നൽകി. സൗജന്യ യാത്രക്കാരായ സ്ത്രീകൾക്കുള്ള 0 ടിക്കറ്റ് പുരുഷന്മാർക്ക് നൽകി യാത്രാക്കൂലി കണ്ടക്ടർമാർ വാങ്ങിയെടുക്കുന്നതായി കണ്ടെത്തിയിരുന്നു. ചില കണ്ടക്ടർമാർ തനിച്ച് യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് ഗ്രൂപ്പ് ടിക്കറ്റുകൾ നൽകി സർക്കാരിന് അധിക ബാധ്യതയുണ്ടാക്കി. ക്രമക്കേട് കാട്ടുന്ന കണ്ടക്ടർമാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് മന്ത്രി CP ജോൺ പറഞ്ഞത്. ഇതിപ്പോ ഈ സൗജന്യ യാത്ര തുടങ്ങിയപ്പോ തൊട്ട് ഓരോരോ പ്രശ്നങ്ങളാണ്. അടുത്ത ഒരു വാർത്തയാണ്, അടുക്കള ബഡ്ജറ്റ് താളം തെറ്റും. ഓണസദ്യയിൽ മണ്ണിട്ട് അരിവില. ഓണത്തിന് ട്യൂഷനിലെ ചോറ് വിളമ്പണമെങ്കിൽ കീശ കീറണമെന്നാണ് അവസ്ഥ. അരിവില കുതിക്കുമ്പോൾ പൊതുജനങ്ങൾ കിതയ്ക്കുകയാണ്. മറ്റു ജില്ലകളെ അപേക്ഷിച്ച് കുത്തരിയുടെ ആരാധകരാണ് കോട്ടയത്തുകാർ.
കുത്തരിയുടെ ചില്ലറ വിലയിൽ 5 മുതൽ 8 രൂപയുടെ വർധനയുണ്ടായി. വില 60 രൂപയിലേക്ക് എത്തി. വില താഴാനുള്ള ലക്ഷണങ്ങളൊന്നുമില്ലെന്നാണ് വ്യാപാരികളുടെ മുന്നറിയിപ്പ്. ദിവസം 3 നേരം ചോറ് പ്രധാന ഭക്ഷണമാകുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളെ അരിവില വർധന ഉലയ്ക്കുകയാണ്. പച്ചക്കറിക്കും പലചരക്കിനുമെല്ലാം വില വർദ്ധിച്ചതിന് പിന്നാലെ അരിവിലയും കുതിച്ചതോടെ ഇടത്തരം കുടുംബങ്ങളുടെ അടുക്കള ബഡ്ജറ്റ് അപ്പാടെ തകർന്നു. ഇതിപ്പോ സാധാരണക്കാർക്കാണ് കൂടുതലും ബുദ്ധിമുട്ട് വരാൻ പോകുന്നത്. കാരണം പച്ചക്കറിക്കും അതെ, എല്ലാത്തിനും അതെ. ഇപ്പം ഈ ഇന്ധനവില ഇരട്ടി പ്രഹരം. ഇന്ധനവില കൂടിയതിനു ശേഷമാണ് ഇപ്പം പച്ചക്കറിക്കാണെങ്കിലും മറ്റ് പലചരക്കിനും എല്ലാം വില കൂടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കൊടുത്തിട്ടുണ്ട് പൊന്നിയരിക്ക് ശരാശരി 45 രൂപ എന്നുള്ളത്. കടയിൽ പോയി നോക്കി അറിയാം. മദർ പൊന്നിക്ക് 48 രൂപയുണ്ട്. പിന്നെ മറ്റേ പൊന്നിക്ക് 80 രൂപയുടെ അടുത്തും ഉണ്ട്. ഇതിൽ പറഞ്ഞിരിക്കണ കുറച്ച് തെറ്റുണ്ട്. പോരാത്തതിന് കുറുവ മട്ടയൊക്കെ വാങ്ങണമെങ്കിൽ 60 മേലെ എന്തായാലും ഇപ്പൊ അരി വില ഉണ്ട്. പച്ചരി വില 35 മുതൽ 50 രൂപ വരെ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതെ. അപ്പൊ ദോശക്കൊക്കെ ഇനി വില കൂടാൻ സാധ്യത വളരെ കൂടുതലായിരിക്കും. അടുത്തൊരു പരസ്യമാണ്, ഒരു ബിസിനസിന്റെയാണ്. AU സ്മാൾ ഫിനാൻസ് ബാങ്ക്. അപ്പൊ ഇതൊരു പണ്ട് സ്മാൾ ഫിനാൻസ് ബാങ്ക് ആയിരുന്നു. ഇപ്പൊ അത് റിസർവ് ബാങ്ക് അംഗീകരിച്ചിട്ടുള്ള ഒരു ബാങ്ക് ആയിട്ട് മാറിയിട്ടുണ്ട്. മെയിൻ ആയിട്ട് ഇത് NRIകൾക്കാണ് ഇത് ഉപകാരപ്പെടുക. കാരണം അസാധാരണമായ വിദേശ കറൻസി വരുമാനം സ്വന്തമാക്കും. 7.40 PA വരെ പലിശയാണ് ഇവർ തരുന്നത്. RBIയുടെ 2026 സ്വാപ്പ് ഫെസിലിറ്റി പ്രകാരം AUFCNR ഡെപ്പോസിറ്റ് USD കറൻസിക്ക് മാത്രം സ്വന്തമാണ്. USD കറൻസിക്ക് മാത്രം ലഭ്യം. ഇന്ത്യയിൽ പ്രിൻസിപ്പലിനും പലിശയ്ക്കും നികുതി ഒഴിവ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് USD കറൻസി നമുക്ക് നാട്ടിലേക്ക് അയക്കുമ്പോൾ എങ്ങനെയായാലും 18% നമുക്ക് GST അടയ്ക്കേണ്ടി വരാറുണ്ട്. അടയ്ക്കേണ്ട ആവശ്യമാണ്. പക്ഷേ ഈ സ്മാൾ ഫിനാൻസ് ബാങ്കിൽ നിങ്ങൾ ഇടുകയാണെങ്കിൽ അതിനെന്തായാലും കുറച്ച് കമ്മി ഉണ്ടാവും എന്നാണ് ഇവർ പറയുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് അവരെന്തായാലും QR കോഡ് സ്കാൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ നേരിട്ട് പോയിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതുപോലെ വേറൊരു വാർത്തയാണ് മാസപ്പടി. വീണയുടെ സ്വത്ത് കണ്ടെത്തൽ ഒരാഴ്ചയ്ക്കകം. മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ, എക്സാലോജി കമ്പനി, CMRL കമ്പനി ഉടമകൾ, കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുടെ 29 കോടി മൂല്യമുള്ള സ്വത്തുക്കൾക്ക് ഒരാഴ്ചയ്ക്കകം ED കണ്ടുകെട്ടും. പിണറായിയുടെ മൊഴിയും രേഖപ്പെടുത്തും. വീണയ്ക്ക് CMRL കമ്പനിയിൽ നിന്ന് 2.7 കോടി ലഭിച്ചതിൽ പിണറായി വിജയന്റെ മൊഴിയും രേഖപ്പെടുത്തുമെന്നാണ് നിലപാട്. ED കൊച്ചി ഓഫീസാണ് അറിയിച്ചിരിക്കുന്നത്. പിണറായി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും പണം ലഭിച്ചിട്ടുണ്ട്. പിണറായിയുമായുള്ള വ്യക്തിബന്ധത്തിന്റെ പേരിലാണ് വീണയ്ക്ക് പണം നൽകിയതെന്ന് 2024 ഏപ്രിൽ 17 CMRL മാനേജ്മെന്റ് ഡയറക്ടർ ശശിധരൻ കർത്ത നൽകിയ മൊഴിയിൽ വ്യക്തത വരുത്താനാണ് ലക്ഷ്യം. മാസപ്പടി കേസിൽ നേരിട്ട് മേൽനോട്ടം വഹിക്കുന്ന ഡയറക്ടർ രാഹുൽ നവീന്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ റെയ്ഡ് CPM ചെറുത്ത സാഹചര്യത്തിൽ പിണറായിയെ ഓഫീസിൽ വിളിച്ചു വരുത്തുന്നതും പരിഗണനയിലുണ്ട്. ഇപ്പൊ പിണറായിക്ക് പങ്കില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തിക്കൊന്നും അറിയത്തുമില്ലായിരുന്നു. ഇപ്പൊ എല്ലാം പതിയെ മുന്നിൽ വരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. വീണ വിജയൻ വെറും ഡമ്മിയാ തോന്നണു. കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന പിണറായി വിജയൻ തന്നെയാണെന്ന് തോന്നുന്നത്. അടുത്ത മനോരമയിലെ ഒരു ന്യൂസ് ആണ്. സ്വർണ്ണ നക്ഷത്രം. കോമൺവെൽത്ത് ഗെയിംസ് വെയ്റ്റ് ലിഫ്റ്റിംഗിൽ മീരാബായ് ചാനുവിന് സ്വർണം. ഗെയിംസിലെ ഇന്ത്യയുടെ ആദ്യ സ്വർണം. മീരാബായ്ക്ക് റെക്കോർഡ്. മീരാബായ് ചാനുവിന് കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് ആദ്യ സ്വർണം. വനിതകളുടെ വെയ്റ്റ് ലിഫ്റ്റിംഗിൽ 48 കിലോഗ്രാം വിഭാഗത്തിലാണ് ഗെയിംസ് റെക്കോർഡോടെ മീരാബായ് ചാനുവിന് സ്വർണം നേടിയത്. സ്നാച്ച് വിഭാഗത്തിൽ 85 കിലോ ഉയർത്തിയ മീരാബായ് ഈ വിഭാഗത്തിൽ കോമൺവെൽത്ത് ഗെയിംസ് റെക്കോർഡുകൾ പേരിലാക്കി. പിന്നീട് ക്ലീൻ ആൻഡ് ജെർക്ക് വിഭാഗത്തിൽ ഗെയിംസ് റെക്കോർഡോടെ 105 കിലോ കൂടി ഉയർത്തിയോടെ മെഡൽ ഉറപ്പിച്ചു. ആകെ 190 കിലോഗ്രാമാണ് 31 വയസ്സുള്ള മണിപ്പൂർ താരം ഉയർത്തിയത്. എന്തായാലും ആദ്യമായിട്ട് ഇന്ത്യക്ക് ഒരു സ്വർണം കിട്ടി കുറെ കാലത്തിന് ശേഷം. ഞാൻ ഇന്നലെയും പറഞ്ഞു, അഭിനവ് ബിന്ദ്രയ്ക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് അങ്ങനെ സ്വർണം കിട്ടിയിട്ടില്ല എന്നുള്ളത്. ആ കൂടെ വെങ്കലമാണ് കിട്ടിയിരിക്കണം, മറ്റേ ബോക്സിംഗിലാണ് കിട്ടിയിരിക്കണമെന്ന് എനിക്ക് ഒരു ഓർമ്മ കറക്റ്റ് അറിയില്ല. എന്തായാലും വീണ്ടും ഒരു സ്വർണം കിട്ടിയിട്ടുണ്ട്. അതുപോലെ വേറൊരു വാർത്തയാണ്, പരീക്ഷയിൽ ക്രമക്കേട് നടന്നെന്ന് വിജിലൻസ്. വിവാദമായ സംസ്ഥാന ആസൂത്രണ ബോർഡിലേക്ക് നടന്ന പരീക്ഷയിൽ ക്രമക്കേട് നടന്നതായി PSCയുടെ വിജിലൻസ് വിഭാഗം കണ്ടെത്തി. ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കൊന്നും മാർക്ക് നൽകിയിട്ടില്ല. റിപ്പോർട്ട് പരീക്ഷാ ക്രമക്കേട് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. PSC വാചിക പരീക്ഷകളിലെ മറിമായം. കഴിവുള്ളവർ പുറത്താകും. PSC നടത്തുന്ന വാചിക പരീക്ഷയിൽ ബോർഡ് അംഗങ്ങൾ പങ്കെടുക്കാതിരുന്നാൽ ജോലി ഉറപ്പായും ലഭിക്കുമെന്ന് ഉദ്യോഗാർത്ഥികൾ. എഴുത്തു പരീക്ഷ കഴിഞ്ഞ് പ്രസിദ്ധീകരിക്കുന്ന ചുരുക്കുപട്ടികയിൽ മാർക്ക് അടിസ്ഥാനത്തിൽ മുന്നിലെത്തിയാലും വാചിക പരീക്ഷ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ കയ്യെത്താ ദൂരത്താകും ജോലി. വാചിക പരീക്ഷയിലെ മറിമായമാണ് PSCയിലെ എല്ലാ ക്രമക്കേടുകൾക്കും കാരണമെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു. എന്തുവാണെങ്കിലും കേരളത്തിൽ നടക്കുന്ന ഒരു വിഷയത്തിലും ആർക്കും താല്പര്യമൊന്നുമില്ല. എന്തുവാണെങ്കിലും ഡൽഹിയിലും വേറെ സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര താല്പര്യമായിരിക്കും. തെരഞ്ഞെടുത്തായിരിക്കും ആൾക്കാരെ കയ്യിലെടുക്കുന്നതുമല്ല. ഇവിടെ PSCക്ക് വേണ്ടിയിട്ട് അവിടെ വേറെ ചോദ്യ പേപ്പറിന്റെ ഇതിലൊക്കെ
എന്തോ ക്രമക്കേട് ഉണ്ടായിട്ട് ഇപ്പൊ തിരുവനന്തപുരത്ത് മണ്ണ് വാരി നിന്ന് സമരം ചെയ്യുന്നുണ്ട്. അതൊന്നും മിക്ക ന്യൂസിലും പറയൂല, അതിനുവേണ്ടി ആരും പ്രതിഷേധിക്കൂല. റാങ്ക് ലിസ്റ്റിലുള്ളവരെ എടുക്കത്തുമില്ല, അല്ലാത്തവരെ ആയിരിക്കും എടുക്കുന്നത് ജോലിക്കായിട്ട്. ഇപ്പൊ ഈ ഓണപ്പരീക്ഷയുടെ കാര്യവും ഇങ്ങനെ പറയുന്നുണ്ട്. ഓണപ്പരീക്ഷ ഓഗസ്റ്റ് 21-ാം തീയതിയാണ് നടക്കേണ്ടത്. പക്ഷെ ഓണപ്പരീക്ഷയുടെ പേപ്പർ ഇതുവരെ അച്ചടിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. അത് വേറൊരു വാർത്ത. ഇതെല്ലാം കേരളത്തിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൊന്നും ഒരു സിനിമാക്കാർക്കും എതിർക്കേണ്ട. ഇത്രയും കുട്ടികളുണ്ട്, ഇത്രയും ഈ പഠിച്ച് ഈ 10ാം ക്ലാസ്സിലും പാസ്സായിട്ട് വേണം പിള്ളേർക്ക് നീറ്റ് പരീക്ഷ എഴുതാൻ. ഈ കിടക്കുന്നിടത്ത് നീറ്റ് പരീക്ഷ എവിടെ കിടക്കുന്നു? ഇതൊക്കെയാണ് പ്രശ്നം. ഇപ്പൊ എത്രയോ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്, അതിലൊന്നും ആർക്കും ഒരു പ്രശ്നവും ഇല്ല. അടുത്തൊരു ബിസിനസ് ന്യൂസ് ആണ്. IPO വിപണി ഈ ആഴ്ചയ്ക്കും സജീവം. 9 IPO വിപണികളുമായി ഈ ആഴ്ചയും സജീവമാണ്. മെയിൻ ബോർഡ് IPOയിൽ മണിപ്പാൽ ഹെൽത്ത് എന്റർപ്രൈസസ് ആണ് പ്രധാനം. 29-ന് ഇഷ്യൂ തുടങ്ങും. 9275 കോടി രൂപ സമാഹരിക്കുകയാണ്. 40 ആശുപത്രികളുള്ള ഈ ഗ്രൂപ്പിന്റെ ലക്ഷ്യം 1800 കോടി രൂപ സമാഹരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ജുനിപ്പർ ഗ്രീൻ എനർജിയുടെ IP 30-ന് ആരംഭിക്കും. MV ഇലക്ട്രാ സിസ്റ്റംസിനാണ് മെയിൻ ബോർഡ് വിഭാഗത്തിലുള്ള അടുത്ത കമ്പനി. പ്രോപ്ഷൈം ഇവന്റ്സ് ആൻഡ് എക്സിബിഷൻസ്, പൂജ പ്രിസിഷൻ എഞ്ചിനീയറിംഗ്, ദവാൽ പാക്കേജിംഗ്, ഫ്യൂഷൻ കോസ്റ്റ്യൂം എഡ്യൂക്കേറ്റഡ് തുടങ്ങിയവയാണ് SME വിഭാഗത്തിലുള്ളത്. അപ്പോൾ അത്യാവശ്യം എല്ലാം ഹോസ്പിറ്റലിന്റെ IPO ആണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അമേരിക്കൻ കമ്പനിയെല്ലാം ഇപ്പൊ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ടും പുറത്തേച്ച് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ടും ഇപ്പോൾ ഹോസ്പിറ്റൽ ബില്ലെല്ലാം കൂടി വരികയാണ്. അപ്പൊ അതിന്റെ IPO ഒക്കെ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ടാക്സ് റിഡക്ഷൻ കിട്ടും. അതിലെന്തായാലും ഹോസ്പിറ്റലിന്റെ ലാഭവും നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അടുത്തൊരു ബിസിനസ് ന്യൂസ് ആണ്. വിപണിയിൽ വീണ്ടും യുദ്ധക്കെടുതി. എണ്ണ വില വർധന ഈ ആഴ്ചയ്ക്കും വിപണിയെ പ്രതിസന്ധിയിലാക്കും. ഉയരങ്ങളിലേക്ക് പോയ ഓഹരി വിപണി ഇറാൻ യുദ്ധം കൂടുതൽ വഷളായതോടെ 5 വ്യാപാര ദിനങ്ങളിലും കൂടുതൽ താഴേക്ക് പോകുന്നതിനാണ് പോയ വാരം കണ്ടത്. 2029 ജനറിക് മരുന്നുകളുടെ തീരുവ 200% ഉയർത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി വിപണിയുടെ വീഴ്ചയിൽ ആക്കം കൂട്ടി. മുഖ്യ സൂചികളായ സെൻസെക്സ്, നിഫ്റ്റിയും മാത്രമല്ല നിഫ്റ്റി മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് സൂചികളും ഭാരത്തിൽ ഇറക്കത്തിലായിരുന്നു. അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് IT, ഫാർമ, FMCG ഓഹരികൾക്ക് മാത്രമായിരുന്നു. വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ സെൻസെക്സ് 331.62 പോയിന്റ് താഴ്ന്ന് 76,408ലും നിഫ്റ്റി 102.15 പോയിന്റ് ഇടിഞ്ഞ് 23,767ലുമാണ് ക്ലോസ് ചെയ്തത്. രണ്ട് സൂചികളുടെയും വാരനഷ്ടം 2% മുകളിലാണ്. കുറച്ചു കാലം മുമ്പ് വരെ നന്നായിട്ട് പോയതായിരുന്നു. അത്യാവശ്യം ഗോൾഡിന്റെ ഷെയർ മാർക്കറ്റിൽ നമുക്ക് ഗോൾഡ് ബേസ് ഒക്കെ കുറച്ച് ലാഭം തന്നായിരുന്നു. ഇപ്പൊ വീണ്ടും നല്ല ഡൗൺ തന്നെ ആയിട്ടുണ്ട്. ഇനിയിപ്പോ എല്ലാത്തിനും ഡൗൺ ആവും. ക്രൂഡ് ഓയിലും ഡൗൺ ആവും. ഫാർമ ഇന്ന് മാത്രമല്ല ഇനി നാളേക്കും അതെന്തായാലും നന്നായിട്ട് തന്നെ പോകുന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ഹോസ്പിറ്റലിലെ IPOയും തുടങ്ങിയിരിക്കുന്നത്. അടുത്തൊരു സ്പോർട്സ് വാർത്തയാണ്. സിംബാബ്വെ തൂത്തെറിഞ്ഞു. സിംബാബ്വെക്കെതിരായ 3ാമത്തെയും അവസാനത്തെയും T20 മത്സരത്തിലും വൻ വിജയം നേടി ഭാരതം 3-0 പരമ്പര സ്വന്തമാക്കി. 35 റൺസിനായിരുന്നു ഭാരത വിജയം. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഭാരതം വൈഭവ് സൂര്യവംശിയുടെ അർദ്ധ സെഞ്ചുറി കരുത്തിൽ മികച്ച സ്കോർ പടുത്തുയർത്തി. ശരിക്കും വൈഭവ് 81 റൺസാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ ഇതിൽ അർദ്ധ സെഞ്ചുറി എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും 100 ആയാലും സെഞ്ചുറിയുടെ കണക്കൂട്ടുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. സ്വർണത്തിൽ മാത്രമല്ല ഇന്ത്യക്ക് വെള്ളിയും കിട്ടിയിട്ടുണ്ട്. സ്നാച്ചിൽ ഗെയിംസ് റെക്കോർഡുമായി മീരാബായി ചാനുവും ഋഷികാന്ത് എന്ന വ്യക്തിയെ നമ്മൾ നേരത്തെ പറഞ്ഞില്ല. മീര സാനുവിനെ മാത്രമേ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് എന്തായാലും അതേ വെയിറ്റ് ലിഫ്റ്റിംഗിൽ തന്നെ വെള്ളി എന്തായാലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, പൊതുവെ ഈ നോർത്ത് ഈസ്റ്റ് ഭാഗത്തുള്ളവരാണ് കോമൺവെൽത്ത് ഗെയിംസിൽ കൂടുതൽ പങ്കെടുക്കുന്നതും മെഡൽ കിട്ടുന്നതും ആ ഭാഗത്തുള്ളവർക്ക്. ഒന്നല്ലെങ്കിൽ പഞ്ചാബ് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് സൈഡിലുള്ള ആൾക്കാർക്കായിരിക്കും കൂടുതലും കിട്ടാറുള്ളത്. ആ കൂടെ കഴിഞ്ഞ പ്രാവശ്യം മാത്രമാണ് സിന്ധുവിന് ഒരു വെള്ളി കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇന്ന് എല്ലാ പത്രത്തിലെയും പ്രധാന വാർത്തകൾ ചർച്ച ചെയ്തു. അടുത്ത വാർത്തകളുമായി നാളെ കാണാം.